ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് മാംഗോ ചീസ് കേക്കിൻ്റെ റെസിപ്പി നോക്കിയാലോ. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള മസ്റ്റ് ട്രൈ ഐറ്റം എന്ന് തന്നെ ഞാൻ പറയും. നിങ്ങളുടെ വീട്ടിൽ മാങ്ങ തീർന്നിട്ടില്ല എന്ന് എനിക്കറിയാം. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് 2 മാങ്ങ എടുത്തിട്ട് ഈ മാംഗോ ചീസ് കേക്ക് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എല്ലാവരും. ഭയങ്കര ടേസ്റ്റ് ആയിട്ടുള്ള മാംഗോ ചീസ് കേക്കാണ്. ഇതിൻ്റെ ക്രീം ചീസും കാര്യങ്ങളൊക്കെ ഞാൻ വീട്ടിൽ തന്നെയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ. ഞാൻ ഓൾറെഡി വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോയാലോ. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കേക്ക് ടിൻ എടുത്തിട്ടുണ്ട്. കേക്ക് ടിൻ എടുത്ത് അതൊന്ന് ബട്ടർ ഗ്രീസ് ചെയ്ത് മാറ്റി വയ്ക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടല്ലേ ഉണ്ടാക്കേണ്ടത്. അപ്പോൾ നമുക്ക് 10 രൂപയുടെ 3 പാക്കറ്റ് ബിസ്ക്കറ്റ് കാണിച്ചെങ്കിൽ 2 ആവശ്യം വന്നുള്ളൂ കേട്ടോ. ഗുഡ്ഡയുടെ ബിസ്ക്കറ്റാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ഏത് ബിസ്ക്കറ്റാണോ ഇഷ്ടം അതെടുക്കാം കേട്ടോ. അതൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ ചപ്പാത്തിയുടെ ഇത് വെച്ചിട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. മിക്സിയിലിട്ട് പൊടിച്ചാലും ഒരു പ്രശ്നമില്ല കേട്ടോ. പൊടിച്ച് അതിലോട്ട് ഞാൻ ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മെൽറ്റ് ചെയ്ത ബട്ടറാണ് ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. എടുത്തതിന് ശേഷം നമുക്ക് അത് ഗ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്ന കേക്ക് ടിന്നിലോട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. വെച്ച് കൊടുക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. വെറുതെ ഇങ്ങനെ വെച്ച് കൊടുത്താൽ പോരാ, അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നല്ല പ്രസ് ചെയ്ത് കൊടുക്കണം. മിക്സ് ചെയ്തെടുക്കണമെന്നല്ല, പ്രസ് ചെയ്ത് വെക്കണം കേട്ടോ. നന്നായിട്ട് ഈ കാണുന്ന പോലെ നന്നായിട്ട് പ്രസ് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്കത് ഫ്രിഡ്ജിലോട്ട് വെച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് സോസ് തയ്യാറാക്കാം. സോസ് തയ്യാറാക്കാനായിട്ട് ഞാൻ 2 മാങ്ങയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അതെടുത്ത് നന്നായിട്ട് തൊലിയൊക്കെ കളഞ്ഞെടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യുക. അത് ഈ കാണുന്ന പോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. കട്ട് ചെയ്തതിന് ശേഷം നമുക്കതൊരു പാനിലോട്ട് മാറ്റി കൊടുക്കാം. നമുക്കിത് സോസ് തയ്യാറാക്കാനായിട്ട് അത് പാനിലോട്ട് മാറ്റേണ്ടതായിട്ടുണ്ട്. അപ്പോൾ പാനിലോട്ട് മാറ്റി കൊടുത്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ മാങ്ങയുടെ പുളി അനുസരിച്ച് പഞ്ചസാര ചേർക്കുക. ഞാനിപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയോളം ചേർത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ കറക്റ്റ് മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ. അതിനുശേഷം കുറച്ച് നോർമൽ വാട്ടർ അതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. അതേ കണ്ടോ, എന്നിട്ട് അടുപ്പത്തോട്ട് വെച്ച് കൊടുക്കുക. അത് ഈ നന്നായിട്ടൊന്ന് തിളച്ച് തുടങ്ങുമ്പോഴേക്കും നമുക്ക് പിന്നെ ലോ ഫ്ലെയിമിലോട്ട് ആക്കി കൊടുക്കാം. ആക്കി കൊടുത്തതിന് ശേഷം ഇത് കണ്ടോ, ഈ കൺസിസ്റ്റൻസി ആവുന്ന വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക, നല്ല ലോ ഫ്ലെയിമിൽ വെച്ചിട്ട്. ഓക്കെ, അതിനുശേഷം നമുക്ക് ഇത് ഗ്യാസ് ഓഫ് ചെയ്യാം. പിന്നെ ക്രീം ചീസ് ഞാൻ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. വീട്ടിൽ തന്നെ തയ്യാറാക്കിയാണ് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അതിലോട്ട് ഞാൻ കുറച്ച് ഇതിൻ്റെ ഈ സോസ് ഉണ്ടാക്കിയതിൻ്റെ ഒരു 1/4 ഭാഗം ഇട്ട് അതിനകത്തോട്ട് ഇട്ടതിന് ശേഷം ക്രീം ചീസിലോട്ട് ഇട്ടതിന് ശേഷം ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ വിപ്പിംഗ് ക്രീം എടുത്ത് അതിൽ ആ സെയിം ഇതിലോട്ട് തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒഴിച്ചു കൊടുത്ത് അതും കൂടി ഒന്ന് മിക്സിയിലിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. ഞാനിവിടെ ഗോൾഡൻ മാർക്കിൻ്റെ വിപ്പിംഗ് ക്രീമാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ഏത് കമ്പനിയുടെ ആണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അതേ കണ്ടോ, ഞാൻ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ടേ. ഇതേ കണ്ടോ, ഇതാണ് അതിൻ്റെ കൺസിസ്റ്റൻസി വരേണ്ടത്. ചിലരിങ്ങനെ നല്ല കട്ടിയാക്കി എടുക്കും. അങ്ങനെ എടുക്കരുത് കേട്ടോ. അങ്ങനെ എടുക്കരുതെന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷേ എനിക്ക് ഇതാണ് കുറച്ചുകൂടി ടേസ്റ്റായിട്ട് തോന്നിയത്. എന്നിട്ട് ആ ഫ്രിഡ്ജിൽ നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ആ ബിസ്ക്കറ്റിൻ്റെ മിക്സ്, അത് പുറത്തോട്ട് എടുത്തതിന് ശേഷം അതിലോട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. അതേ കണ്ടോ, ഇത് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. മറ്റതാണെങ്കിൽ ഇങ്ങനെ നമ്മുടെ സ്പാച്ചുലയിലൊക്കെ ഒട്ടിപ്പിടിക്കും. ഇങ്ങനെ കട്ടിയൊക്കെ ആണെങ്കിലേ കട്ടിയാവാൻ സാധ്യതയില്ല. ഓക്കെ, അതിനുശേഷം നമുക്ക് ഇത് വീണ്ടും ഫ്രിഡ്ജിലോട്ട് വെച്ച് കൊടുക്കുക 1 മണിക്കൂർ. അതിനുശേഷം അപ്പോൾ നമ്മുടെ ഈ സോസൊക്കെ നല്ല തണുത്തിട്ടുണ്ടാവും. അപ്പോൾ ഈ ക്രീം ചീസും കട്ടിയായിട്ടുണ്ടാവും കേട്ടോ. 1 മണിക്കൂർ എന്തായാലും വെക്കണം. വെച്ചതിന് ശേഷം നമുക്ക് ഈ സോസ് ഇതിലോട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതിനുശേഷം 1 മണിക്കൂർ കൂടെ ഫ്രിഡ്ജിലോട്ട് വെക്കുക. വെച്ച് തണുപ്പിച്ച് എടുത്ത് കഴിക്കുക. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ഈ തണുക്കാതെ ക്രീം ചീസിൻ്റെ പുറത്ത് ഇത് ഒഴിക്കരുത്. കാരണം ക്രീം ചീസ് കട്ടിയായില്ല എന്നുണ്ടെങ്കിൽ ഈ മാങ്ങയെല്ലാം താഴോട്ട് പോകും. ഓക്കെ, അപ്പോൾ നമുക്കത് ശ്രദ്ധിക്കാം. ഞാൻ ഇത് മുമ്പ് ചെയ്തപ്പോൾ അങ്ങനെ ആയിപ്പോയി, അതാ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നമ്മൾ 1 മണിക്കൂർ കഴിഞ്ഞ് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഞാൻ ഈ റിമൂവബിൾ ട്രേ ആയതുകൊണ്ട് ഇത് അങ്ങ് മാറ്റി കൊടുക്കുകയാണ്. നിങ്ങൾക്ക് സാധാരണ ട്രേ ആയാലും ഒരു പ്രശ്നമില്ല കേട്ടോ. നിങ്ങൾക്ക് സ്പൂൺ കൊണ്ട് എടുത്ത് കഴിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എൻ്റെ മോള് ടേസ്റ്റ് ചെയ്യാനായിട്ട് വന്നിരിപ്പുണ്ട്. അവൾക്ക് ഈ മാങ്ങ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതാണ് അവളിവിടെ വന്നിരിക്കുന്നത് ടേസ്റ്റ് ചെയ്യാനായിട്ട്. ഇതേ കണ്ടോ, കറക്റ്റ് ഞാൻ ഒരു പീസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. കട്ട് ചെയ്തെടുത്തതിന് ശേഷം അതിൽ നിന്ന് ഒരു പീസ് എടുക്കാനായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഞാൻ ഓടിച്ചിട്ട് പിടിക്കുന്ന പോലെ? ഓക്കെ, അത് പ്ലേറ്റ് കുറച്ച് വലുതായി പോയതുകൊണ്ടാണ് കേട്ടോ. അതെ, ടേസ്റ്റ് ചെയ്യുന്നുണ്ടോ? നല്ല സൂപ്പർ ടേസ്റ്റായിരുന്നു. പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. നമ്മൾ ക്രീം ചീസ് ഒന്ന് വീട്ടിലുണ്ടാക്കിയാണെന്ന് തോന്നത്തേ ഇല്ല കേട്ടോ. അത്രയും നല്ല ടേസ്റ്റായിരുന്നു.
അപ്പോൾ എന്താ പറയുക, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ തന്നെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ആർക്കും ഡിസപ്പോയിൻറ്റഡ് ആവേണ്ടി വരത്തില്ല, അത്രയും നല്ല ടേസ്റ്റാണ്, ഞാൻ ഗ്യാരണ്ടി തരുന്നു. ഓക്കെ, ഈ സെയിം റെസിപ്പി ഫോളോ ചെയ്താൽ മതി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.